കുളസരം കിന്നരം എന്ന സിനിമയിൽ ജഗതി ശ്രീകുമാർ അനശ്വരമാക്കിയ ഒരു കഥാപാത്രമാണ് പ്രൊപ്രൈറ്റർ മനോഹരൻ. അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിന്റെ പേരാണ് K&K ഓട്ടോമൊബൈൽസ്. പണി അറിഞ്ഞൂടാത്ത കുറെ പണിക്കാരും അവർക്കൊരു നാഥനും, അതാണ് മനോഹരൻ. ഏതാണ്ടൊക്കെ സമമായ സംവിധാനമാണ് കേരളത്തിലെ KSRTCയും അതിന്റെ പ്രൊപ്രൈറ്ററായ മന്ത്രി ഗണേഷ് കുമാറും. പണി അറിയാവുന്ന പണിക്കാരുണ്ടെങ്കിലും പണിത് കടക്കിണിയിലായ KSRTCയെ എങ്ങനെയൊക്കെ രക്ഷിക്കാമെന്ന് തലപുകയ്ക്കുന്ന നല്ല അസൽ പ്രൊപ്രൈറ്ററാണ് ഗണേഷ് കുമാർ. അങ്ങനെ പ്രൊപ്രൈറ്ററുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതി. KSRTCയിൽ ചൊറിയും കുത്തിയിരിക്കുന്നവരെ ഇങ്ങനെയെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് ചിന്തിച്ചതിൽ തെറ്റില്ലെന്നാണ് ജനങ്ങളുടെ പക്ഷം. എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പുതിയ സർക്കുലറിന് എതിരെ ഭരണാനുകൂല സംഘടനയായ CITU വീണ്ടും സമരവുമായി രംഗത്തിറങ്ങിയിരിക്കെ എന്താകും പരിണത ഫലമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ ആവില്ല. നാട്ടിലെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവരുടെ വയറ്റത്തടിക്കുന്ന സംവിധാനമാണ് ഗണേഷ് കുമാർ കൊണ്ടുവരുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകാർ ഇടഞ്ഞാൽ ടെസ്റ്റ് നടത്താൻ ബദൽ മാർഗം എന്ന നിലയിലാണ് KSRTCയെ ഇതിലേക്ക് പ്രൊപ്രൈറ്റർ ഗണേഷ് കുമാർ വലിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ KSRTCയുടെ കീഴിലുള്ള ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ ഉടൻ പ്രവർത്തന സജ്ജമാകും. ആനയറയിലെ സ്വിഫ്റ്റിന്റെ ആസ്ഥാനത്താണ് KSRTCയുടെ ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ. ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ആദ്യം എത്തുന്നത് ഒരു ഓൾട്ടോ കാറും 2 ഇരുചക്ര വാഹനങ്ങളും ആണ്. ഇത് KSRTC വാങ്ങിയിട്ടുണ്ട്. അട്ടക്കുളങ്ങരയിലെ സ്റ്റാഫ് ട്രെയിനിംഗ് സ്കൂളിൽ അപേക്ഷകർക്ക് പരിശീലനവും ടെസ്റ്റ് സ്വിഫ്റ്റിന്റെ ആസ്ഥാനത്ത് നടത്താനാണ് നിലവിലെ തീരുമാനമെന്ന് അട്ടക്കുളങ്ങരയിലെ സ്റ്റാഫ് ട്രെയിനിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. പരിഷ്കരിച്ച രീതിയിലുള്ള ഗ്രൗണ്ടിൽ ടെസ്റ്റ് നടത്തുന്നതിന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇളവ് നൽകിയ സാഹചര്യത്തിൽ പഴയ രീതിയിലുള്ള 8H നടത്തുന്നതിലുൾപ്പെടെയുള്ള ഗ്രൗണ്ടാണ് സജ്ജമാക്കുക. ഇത് ഉടൻ പ്രവർത്തന സജ്ജമാകും. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇടഞ്ഞതോടെയാണ് KSRTC സ്വന്തമായി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി പ്രഖ്യാപിച്ചത്. KSRTCയുടെ സ്വന്തം സ്ഥലത്താണ് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നത് എന്നതിനാൽ ചെലവും കുറയും എന്നതും പ്രധാന നേട്ടമാണ്. നിലവിലെ സാഹചര്യത്തിൽ KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടൻ പ്രവർത്തന സജ്ജമാക്കാൻ കഴിഞ്ഞാൽ അത് മോട്ടോർ വാഹന വകുപ്പിനും ഗുണകരമാകും. ഗ്രൗണ്ട് ടെസ്റ്റ് നിലവിലെ H ടെസ്റ്റിൽ നിന്നും മാറി ആംഗുലർ പാർക്കിംഗ്, സിഗ്സാഗ്, കയറ്റത്തിൽ നിർത്തി മുന്നോട്ടെടുക്കൽ, റിവേഴ്സ് പാർക്കിംഗ് അടക്കമുള്ള സംവിധാനങ്ങളോട് കൂടി ഗ്രൗണ്ടുകൾ സജ്ജമാക്കണം എന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ സർക്കുലറിൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല, പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുമെന്നും 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ലെന്നും സർക്കുലറിൽ പറഞ്ഞിരുന്നു. ഇതിനെതിരെ ടെസ്റ്റ് ബഹിഷ്കരണ സമരവുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ രംഗത്തെത്തിയതോടെ സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിരുന്നു. തുടർന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ കേന്ദ്രങ്ങളിൽ പ്രതിദിനം 40 വീതം 80 ടെസ്റ്റുകൾ നടത്താനും വാഹനങ്ങളുടെ പഴക്കം 18 വർഷമായി ഉയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പുതുക്കിയ സർക്കുലറിലെ ടെസ്റ്റ് നടത്തുമ്പോൾ അംഗീകൃത ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ ഉണ്ടാകണമെന്ന നിർദ്ദേശത്തിന് എതിരെ ഇപ്പോഴും ഭരണാനുകൂല സംഘടനയായ CITUവിന്റെ നേതൃത്വത്തിൽ വീണ്ടും സമരം നടക്കുകയാണ്. ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം നൽകാൻ പോലും ആകാത്ത നിലയിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന KSRTCയെ കരകയറ്റാൻ മന്ത്രി KB ഗണേഷ് കുമാറാണ് KSRTCയുടെ കീഴിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ KSRTCയുടെ 22 യൂണിറ്റുകളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാനാണ് KSRTC ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ 11 ഡ്രൈവിംഗ് സ്കൂളുകളും രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ളവയും സജ്ജമാക്കാനാണ് ഇപ്പോൾ ശ്രമം. ആദ്യഘട്ടത്തിൽ 6 സ്കൂളുകൾ പ്രവർത്തിക്കുക. തിരുവനന്തപുരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഈ മാസം പ്രവർത്തനം ആരംഭിക്കും. കുറഞ്ഞ നിരക്കിൽ മികച്ച നിലവാരമുള്ള ഡ്രൈവിംഗ് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകൾ ആരംഭിക്കുന്നത്. സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളെ അപേക്ഷിച്ച് 40% ഫീസ് കുറച്ചായിരിക്കും ക്ലാസുകൾ നൽകുക. തിരുവനന്തപുരത്ത് KSRTCയുടെ ആനയറ സ്റ്റേഷന് സമീപത്തായാണ് പഠനത്തിനായി ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത്. അട്ടക്കുളങ്ങരയിലുള്ള KSRTC സ്റ്റാഫ് ട്രെയിനിംഗ് കോളേജിലാകും തിയറി ക്ലാസുകൾ. കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് സ്കൂൾ പരിശീലന കാറിന്റെ ചിത്രം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പങ്കുവച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്ന പരിശീലന
കേന്ദ്രങ്ങളിൽ KSRTCയിലെ വിദഗ്ധ ഇൻസ്ട്രക്ടർമാരുടെ സേവനം വിനിയോഗിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. പരിശീലന കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള പ്രത്യേക സംവിധാനവും ഒരുക്കും. ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള ലൈറ്റ് മോട്ടോർ ഡ്രൈവിംഗ് പരിശീലനം ഈ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആധുനിക സംവിധാനങ്ങളോടെ ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളിൽ KSRTC ഡ്രൈവർമാർക്ക് അധിക പരിശീലനം നൽകുന്നതും പരിഗണിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിന് 15,000 രൂപ വരെയാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്നത്. എന്നാൽ KSRTCയുടെ സ്കൂളിൽ 9,000 രൂപ കൊണ്ട് പഠനം നടക്കും. കാർ ഡ്രൈവിംഗ് പഠിക്കാനും 9,000 രൂപയാണ് ഫീസ് ഈടാക്കുക. പുറത്ത് ഇത് 14,000 രൂപ വരെയാണ് ഈടാക്കുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങൾ 6,000 വരെ ഈടാക്കുന്ന ഇരുചക്ര വാഹന പഠനത്തിന് 3,500 രൂപയാണ് KSRTC ഫീസ്. കാറും ഇരുചക്ര വാഹനവും ചേർത്താണെങ്കിൽ 11,000 രൂപ നൽകണം. ഗിയർ ഉള്ളതിനും ഇല്ലാത്തതിനും ഒരു നിരക്കാണ്. KSRTC ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ പഠിക്കാനെത്തുന്നവർക്കായി പ്രത്യേക തിയറി ക്ലാസുകളും ഉണ്ടാകും.